എങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഫ് ലവ് എന്നൊക്കെ നമുക്ക് പറയാം. എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലേ. നമ്മൾ നമ്മളെ തന്നെ നല്ലോണം ഹാപ്പി ആക്കി വെക്കുക, നമ്മൾ നല്ലോണം നമ്മളെ കെയർ ചെയ്യുക, നല്ലോണം നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ നല്ലോണം നല്ലൊരു ബന്ധത്തിൽ നമ്മൾ നല്ലൊരു ആത്മബന്ധം നമ്മളോട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളോട് തന്നെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഓക്കെ, കുറേ നമ്മളായില്ലേ. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. വെൽക്കം ടു ജസ്റ്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുക. ഇപ്പം കള്ളം പറയുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുക, നമുക്ക് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ മനസ്സാക്ഷിക്കെതിരായിട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുക. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കള്ളം പറയുന്നതിനെ നൈസായിട്ടൊന്ന് നിർത്തി വയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം ബാക്കിയുള്ളവർ ചെയ്തു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തുക. ഇപ്പം എന്തെങ്കിലും ഫുഡ് നമുക്ക് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്ത് നമുക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇനിയിപ്പോൾ അയാൾ ചെയ്ത് തന്നോളും, അല്ലെങ്കിൽ അവർ ചെയ്തു തരട്ടെ, അപ്പം നമുക്ക് അത്രയും ലാഭമാണല്ലോ അല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സന്തോഷിപ്പിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോ. എന്തിനാ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം? അയാൾ ചെയ്തിട്ട്, ഇയാൾ ചെയ്തിട്ട്, ഏട്ടൻ ചെയ്തിട്ട്, അച്ഛൻ ചെയ്തിട്ട് കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് അതിനുള്ള ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സാധനം മേടിക്കാനാണെന്നുണ്ടെങ്കിൽ, എവിടെ പോകാനാണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾ കേപ്പബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതിലൂടെ നമ്മളൊരു നെഗറ്റീവ് സ്വഭാവം അവിടെ വരികയാണ്. നമ്മൾ ബാക്കിയുള്ളവരെങ്ങനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെയൊക്കെ വരും. അപ്പം അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഹാപ്പി ആക്കി വെക്കുക. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്തു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യമാണ്, നമ്മൾ പലരുടെയും ലൈഫിൽ പല അഭിപ്രായങ്ങൾ കേൾക്കുന്നവരായിരിക്കും. അച്ഛൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കും, അമ്മയുടെ അഭിപ്രായങ്ങൾ കേൾക്കും, ബ്രദേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കും. അതെല്ലാം പോട്ടെ, നമ്മുടെ കുറേ നാട്ടുകാരുണ്ട്, കുറേ റിലേറ്റീവ്സ് ഉണ്ട്. നമുക്ക് എല്ലാവരുടെ അഭിപ്രായം നമ്മൾ ചവറ് പോലെ കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഒരു വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉപദേശം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ കേൾക്കുന്നത് നമ്മൾ ഓഫ് കോഴ്സ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനെ മാനിക്കുക, തള്ളിക്കളയേണ്ട ആവശ്യമില്ല. മേ ബി അവർ പറയുന്നത് നല്ല ഡിസിഷൻസ് ആയിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം ഒരിക്കലും ബാക്കിയുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യം ആവരുത്. അപ്പം എപ്പോഴും ബാക്കിയുള്ള തീരുമാനങ്ങൾ നമ്മൾ പാടെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിപ്പോൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തീരുമാനങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളെക്കാൾ കൂടുതൽ അനുഭവങ്ങളുള്ളവരായിരിക്കും. എനിവേ എന്തോ ആയിക്കോട്ടെ, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, മാനിക്കുക, അതൊക്കെ കേൾക്കുക. അതിൽ നിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നിങ്ങളെ തീരുമാനങ്ങളെ, നിങ്ങളെ ഇഷ്ടങ്ങളെ നിങ്ങൾ ഒട്ടും വിട്ട് കളയരുത്. നിങ്ങൾക്കൊരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലുണ്ട്, അതിന് നിങ്ങൾ വിട്ട് കളയരുത്. നിങ്ങളുടെ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ നിൽക്കരുത്. എപ്പോഴും ബാക്കിയുള്ള എന്തൊക്കെ സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ കേട്ടാലും നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് നമ്മൾ എപ്പോഴും നമ്മളോട് തന്നെ ചേർത്ത് വെക്കാനായിട്ട് നോക്കുക. ഒരിക്കലും ഒന്നിനും വേണ്ടി വിട്ട് കളയരുത് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് പ്രശ്നം നടന്നാലും, അതിനിപ്പോൾ വീട്ടിലോ വർക്ക് സ്പേസിലോ ഫ്രണ്ട്ഷിപ്പിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലോ കോളേജിലോ സ്കൂളിലോ എവിടെ ആയിക്കോട്ടെ, എന്ത് പ്രശ്നം നടന്നാലും ആ ഒരു ഫ്രെയിമിൽ, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ ഒരു പ്രശ്നം നടക്കാൻ റീസൺ ഞാനാണ് എന്ന് പറഞ്ഞിട്ട് സെൽഫ് ബ്ലെയിം ചെയ്യാൻ നിൽക്കരുത്. എന്തിനും പ്രശ്നം ഞാനാണ്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് പ്രശ്നമായത്, ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പ്രശ്നമായത്, അങ്ങനെ പറഞ്ഞിട്ട് സെൽഫ് ബ്ലെയിം ചെയ്യാൻ നിൽക്കരുത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ബ്ലെയിം ചെയ്താലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ അത് സാരമായിട്ട് ബാധിക്കും. അതും നല്ല രീതിക്കല്ല, നല്ല രീതിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കും. പോകെ നമുക്കൊരു വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ സ്വയം തോന്നാനൊരിടയാവും. ഞാൻ അത്ര പോരാ, ഒരു ബെറ്റർ പേഴ്സണാലിറ്റി അല്ല, എന്നെ കൊണ്ടാവില്ല, ഒന്നിനും പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു നെഗറ്റീവ് ഫീലിങ്സിലോട്ട് അത് എത്തിക്കത്തുള്ളൂ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും വരണ്ട. നിങ്ങൾ എന്തിനും സ്വയം ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കാരണം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, എൻ്റെ മിസ്റ്റേക്കാണത്, അത് നിങ്ങൾ മനസ്സിലാക്കുക, തിരുത്താനായിട്ട് നോക്കുക. അല്ലാണ്ട് തൊട്ടതിനും പിടിച്ചതിനൊന്നും സെൽഫ് ബ്ലെയിം ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ വന്നു പോകും. ലൈഫാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും അല്ലേ. രാത്രിയും പകലും പോലെയാണ് നമ്മുടെ ലൈഫിലെ ഇമോഷൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ. സങ്കടം വരും. ആ സങ്കടത്തെയും നിങ്ങൾ സന്തോഷത്തെ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ
പഠിക്കുക. നിങ്ങളുടെ ഇമോഷൻസ് എന്തോ ആയിക്കോട്ടെ, ആ ഇമോഷൻസിനൊക്കെ നിങ്ങൾ പരിഗണിക്കുക. ഇമോഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എന്തിനു വന്നു, എന്ത് കാര്യം കൊണ്ടാണ് അങ്ങനെ വരാൻ ഇടയായത്, എന്ത് ചെയ്ത് ഞാൻ ഇമോഷനിൽ നിന്ന് പുറത്തു ചാടും, അല്ലാന്നുണ്ടെങ്കിൽ ആ സങ്കടം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, സൊല്യൂഷൻസ് കണ്ടെത്തുക. അല്ലാണ്ട് അത് തന്നെ ആലോചിച്ചിട്ട് എപ്പോഴും സങ്കടമാണ് അത് ഇത് പറഞ്ഞിട്ട് സന്തോഷം മാത്രം മതി പറഞ്ഞിട്ട് ഇരിക്കരുത്. ലൈഫാണ്, ഇമോഷൻസ് ഉണ്ടാവും. സോ എല്ലാ ഇമോഷൻസിനെയും നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക, സൊല്യൂഷൻസ് കണ്ടെത്തുക. എല്ലാ ഇമോഷൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു പേഴ്സണൽ ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്യണം. ഒരു റിലേഷനും നമ്മൾ കഷ്ടപ്പെട്ട് കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ ബൗണ്ടറിയിൽ നമുക്ക് ആവശ്യമുള്ളവർ മാത്രം മതി. എല്ലാവരും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചെകഞ്ഞു കയറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അപ്പോൾ എപ്പോഴും ഒരു പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യുക. എല്ലാവരുമായിട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരാനിടയാവരുത്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ക്യാമ്പിന് പോയിട്ട് ഒരു 2 ദിവസം അവിടെ തങ്ങി, ആ 2 ദിവസം തങ്ങിയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റുന്നില്ല, സങ്കടമായി, കരച്ചിലായി, പൊഴിച്ചിലായി, മൊത്തം ആ ഒരു ക്രൂ അവിടുന്ന് വിട്ടുവരാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. നല്ല രസമുള്ള ഒരു 2 ദിവസമായിരുന്നു, യെസ് ഓഫ് കോഴ്സ് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നു, ശരിയാണ്, ഇതുപോലുള്ള ദിവസങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ട് വരികയാണ് വേണ്ടത്. അല്ലാണ്ട് അവിടെ നിന്നിട്ട് ആകെ നമ്മൾ ഇമോഷണലി വീക്കായിട്ട് കാര്യമില്ല. ആ ഇമോഷണലി വീക്കാവുന്ന വെച്ചാൽ നമ്മൾ ആ ബൗണ്ടറി സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അനാവശ്യമായിട്ട് എല്ലാവിടെയും കയറി നമ്മൾ അറ്റാച്ച്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നേരത്തെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള ഫെയിലിയേഴ്സ്. ഈ ഫെയിലിയേഴ്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കണം. ഓരോ ഫെയിലിയറിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇനി വരുന്ന കാര്യങ്ങളിൽ ഈ കാര്യം ചെയ്യരുത്, ആ കാര്യമാണോ റൈറ്റ്, ഈ കാര്യം തെറ്റാണ്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാനുണ്ടായിരിക്കും. സോ ഓരോ ഫെയിലിയർ നമുക്കൊരു പുസ്തകം പോലെ, ഒരു പാഠപുസ്തകം പോലെയാണ്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ഒരിക്കലും തളരരുത് കേട്ടോ. അപ്പോൾ ഫെയിലിയേഴ്സിന് എപ്പോഴും നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് വിജയത്തിലേക്കുള്ള അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും. ഈ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും ഒരു ലോങ് ലൈഫ് ആഗ്രഹിക്കുന്നവരാണല്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലോങ് ലൈഫ് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആയാലും നമ്മൾ നല്ലോണം കെയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ അതിനുള്ള പെയിൻ കില്ലേഴ്സ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കലല്ല കെയറിംഗ് എന്ന് പറയുന്നത്. അതിനുള്ള കറക്റ്റ് ഒരു പ്രോപ്പർ ഹീലിംഗ് പ്രോസസ്സ് എന്താണോ, നല്ല ഡോക്ടറെ കാണിക്കണോ, കണ്ടിന്യൂസ് എനിക്കിത് വരുന്നുണ്ട്, അപ്പോൾ ഡോക്ടറെ കാണിക്കുന്ന ഒരു ബോധം നമുക്ക് വേണം. മെൻ്റലി നമ്മൾ കുറച്ച് ഡിപ്രസ്ഡ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മെൻ്റൽ ഹെൽത്ത് അത്ര പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആൻസൈറ്റിയുടെ ഇഷ്യൂ ഉണ്ടോ, എന്ത് ഇഷ്യൂ ആവട്ടെ, നിങ്ങൾ പോരാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രൊഫഷണലിനെ നിങ്ങൾ മീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന് പോലും കൊടുക്കുന്ന ഒരു സ്നേഹം നമ്മൾ സ്വയം ചെയ്യുന്നില്ല, ആ ഒരു കെയർ പോലും നമ്മൾ സ്വയം ചെയ്യുന്നില്ല എന്നുള്ളത് പലരും അങ്ങനെയാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ലോങ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മന്ത് കൂടുമ്പോഴോ 1 ഇയർ കൂടുമ്പോഴെങ്കിലും ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ നടത്താനായിട്ട് നോക്കുക കേട്ടോ, പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ. ദാറ്റ്സ് ബെറ്റർ. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അത് നമ്മുടെ ലോങ് ലൈഫിലേക്ക് നയിക്കാനൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സ്വയം നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുമോ, അപ്പോൾ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് ബെറ്റർ ആയി. നിങ്ങൾ സ്വയം നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, സ്വയം ഒരു ലവ് നിങ്ങൾക്ക് വേണം, ഞാൻ എന്നെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ.